അസ്സലാമു അലൈക്കും, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രീമി ആൻഡ് ചീസി ഇൻഫ്യൂസ്ഡ് ചിക്കനിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് ഞാൻ ഇവിടെ തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, ചെറുനാരങ്ങ, ക്യാപ്സിക്കം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ടൊമാറ്റോ പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ ടൊമാറ്റോ പേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തക്കാളി അരച്ച് ചേർത്തതാണ്. ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഒക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മസാല സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ടെടുക്കാം. ഇനി ഇതൊക്കെ കൂടി നന്നായി മിക്സ് ചെയ്ത് ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ അത് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ലെമൺ ജ്യൂസും കൂടി പിഴിഞ്ഞ് കൊടുക്കാം. അതിനുശേഷം എയർ ഫ്രയറിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. 2.5 മണിക്കൂർ സ്ലോ കുക്കാണ് ചെയ്തെടുക്കേണ്ടത്. അതാകുന്ന സമയം കൂടെ നമുക്ക് മയോ റെഡിയാക്കാം. അതിനെ ഞാനിവിടെ വെളുത്തുള്ളി, ഒരു മുട്ട, ടൊമാറ്റോ സോസ്, മുളക് പൊടി, സൺഫ്ലവർ ഓയിൽ, ഇതൊക്കെ കൂടിയിട്ട് അടിച്ചിട്ട് പേസ്റ്റാക്കി എടുക്കുക. അതിനുശേഷം അതിന് വേണ്ടിയിട്ടുള്ള ക്രീം സെറ്റ് ചെയ്യുക. ഇവിടെ ബട്ടർ ഇട്ടിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഏകദേശം നമ്മൾ ബട്ടറും മൈദയും ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഇതാക്കിയെടുക്കട്ടെ. അതിനുശേഷം ഇതിലേക്ക് ചീസും ഹെർബ്സും ഒക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതാ നമ്മളെ ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ, അത് ഈ ക്രീമിലേക്ക് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു ചിക്കൻ്റെ ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ക്രീം സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ക്രീം ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിനൊരു പാത്രം വെക്കുക. അതിലേക്ക് ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ച ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ റെഡിയാക്കി എടുത്ത ക്രീം ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ലെയറായിട്ട് ഇത് പ്ലേറ്റിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ സ്ലോ കുക്ക് ചെയ്തെടുത്ത ചിക്കൻ വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മയോണീസ് ഇതേപോലെ ഒരു സിറിഞ്ച് യൂസ് ചെയ്തിട്ട് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫൈനലായിട്ട് നമ്മൾ ബാക്കിയുള്ള ക്രീം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ആൻഡ് ചീസി ഇൻഫ്യൂസ്ഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത അഭിപ്രായങ്ങൾ അറിയിക്കണം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാ പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാ പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ അസ്സലാമു അലൈക്കും. ബൈ ബൈ.